ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഫാദിൽ. ഞാൻ യാസർ. ഞങ്ങൾ ഒരു പ്രൊജക്റ്റ് ചെയ്തിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ചുള്ളൊരു ബേസിക് ഇതിന്റെ വർക്കിംഗ് പറഞ്ഞാൽ അത്ര ഡെപ്തിലല്ല, എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് പറയാന്നുള്ളത്, അതിന്റെ ബാക്കിൽ വന്ന എഫേർട്ടും കാര്യങ്ങളും ഒന്ന് പറയാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇൻസ്റ്റയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് ആന്റി ഗ്രാവിറ്റി ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫ്രീ ആയിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ AI വെച്ചിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിലും ആന്റി ഗ്രാവിറ്റി വെച്ചിട്ടാണ് ആ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിലും അതിന് കുറച്ചധികം എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ്ലി AI അല്ലല്ലേ അത് ചെയ്ത്, കംപ്ലീറ്റ്ലി AI അല്ല, VS കോഡ് വെച്ചിട്ടും AI കോഡ് ഉണ്ടാക്കി തന്നു. ഓക്കെ, AI കുറച്ച് കോഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറച്ച് ഡീബഗും ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചധികം നമ്മൾ എഫേർട്ട് ഇട്ടുണ്ട്. ഏകദേശം ഇന്നലെ ഒരു 11 മണിക്ക് ഇരുന്നതാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് ഏകദേശം 1:30 മണിയായി. ഇതുവരെ ഇതിന്റെ ബാക്കിലായിരുന്നു. ഇതിന്റെ ബാക്കിൽ നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്ട് പറയാനാണ്. എഫേർട്ട് എന്ന് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. അത് താൽക്കാലികമായിട്ടൊരു ബാക്ക് എൻഡ് നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ റെൻഡർ എന്ന് പറഞ്ഞ സാധനത്തിലാണ്. അതേപോലെ അതിന്റെ ഫ്രണ്ട് എൻഡ് നമ്മൾ വെർസൽ എന്ന് പറഞ്ഞതിനകത്താണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ആന്റി ഗ്രാവിറ്റി കോഡ് തന്നിട്ടുള്ളത് ഏതിനാണ്? റിയാക്റ്റിലും ബാക്ക് എൻഡ് ചെയ്ത്. അപ്പോൾ ഇത് ആന്റി ഗ്രാവിറ്റി നമുക്ക് ഈ ഒരു നമ്മളെ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ കോഡ് തന്നെങ്കിലും അത് ഫുള്ളായിട്ട് തന്നിട്ടില്ല. ജസ്റ്റ് കോഡ് ചെയ്ത് തന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളാണ്. പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തു, പിന്നെ അത് ഉണ്ടാക്കി. എന്നിട്ട് അതിനകത്ത് കുറച്ച് എറേഴ്സ് ഒക്കെ വന്നു. അതൊക്കെ നമ്മൾ സ്വന്തം നമ്മളിങ്ങനെ ഡീബഗ് ചെയ്ത് കണ്ടെത്തി. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം 24 മണിക്കൂറിന് മുകളിൽ ഇരുന്ന് ഫുള്ള് കംപ്ലീറ്റ് ഏകദേശം ഇപ്പോഴാണ് ഒന്ന് റെഡി ആയിട്ട് വന്നത്. നമ്മളത് ലാസ്റ്റ് ചെയ്തിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതൊന്നും കൂടി അപ്ഗ്രേഡ് ചെയ്ത് നോക്കി. അപ്പോൾ ചെറിയൊരു നമ്മൾ ആദ്യം ചെയ്തൊരു ഔട്ട്പുട്ട് അല്ല രണ്ടാമത് വന്നത്. പിന്നെ കംപ്ലീറ്റ്ലി ഒരു ആപ്പായിട്ട്, ഒരു വെബ് ആപ്പായിട്ട് മാറിയിട്ടില്ല. അതിന്റെ ഫ്രെയിം വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്ക് എൻഡ് ഒന്നും കൂടി ലോജിക് സെറ്റ് ആക്കാനുണ്ട്. ഏകദേശം ഫ്രണ്ട് എൻഡിന്റെ എല്ലാ വർക്കും നമ്മൾ ചെയ്തില്ല. ഫ്രണ്ട് എൻഡിന്റെ എല്ലാ വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സമയം വെച്ചിട്ട് ഗിറ്റ്ഹബിൽ നമ്മൾ റെപ്പോസിറ്ററി, കാരണം ആളുകൾക്ക് ഇത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും ഡൊമൈൻ നമ്മൾ എന്തായാലും വാങ്ങണം. പക്ഷെ ഡൊമൈൻ നമ്മൾ വാങ്ങില്ല. പക്ഷെ നമ്മളിത് താൽക്കാലികമായിട്ട് ഗിറ്റ്ഹബിൽ ഇത് നമ്മൾ റെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി കുറെ സമയം നമ്മൾ എടുത്തില്ലേ, ഏകദേശം 1-2 മണിക്കൂർ. അത് അങ്ങനെ കുറെ സമയം നമ്മൾ അയിമ ചെലവഴിച്ചു. ലാസ്റ്റ് എന്തൊക്കെ ആയാലും ഇത് ഗിറ്റ്ഹബിൽ വന്നിട്ടുണ്ട്. അതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. ജസ്റ്റ് ജസ്റ്റ് വെബ്സൈറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ആയിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഫ്രെയിം വർക്ക് ആയിട്ടുള്ളൂ, ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഫ്രെയിം വർക്ക് മോഡൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ലിങ്ക്ഡിലും അതേപോലെ തന്നെ ഗിറ്റ്ഹബിലും റെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രൊജക്ട് ഫയല്. വലിയ സംഭവം ഒന്നുമല്ല. ഇത് അറിയുന്ന ആളുകൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ആയിരിക്കും എത്ര വലിയ സംഭവമാണെന്ന്. വലിയ സംഭവമായിട്ടല്ല, പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് കുറച്ച് നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റുമാണ്. അതേപോലെ തന്നെ ആന്റി ഗ്രാവിറ്റി നമ്മൾ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്താണ് ഈ ഒരു വീഡിയോ. അതായത് അത് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. കാരണം ഇതൊരു എന്താ പറയുക, ഒരു ചെറിയ ഒരു 10-50 സെക്കൻഡുള്ള വീഡിയോസിൽ കണ്ടാൽ ഇതിന്റെ ഒരു എഫേർട്ട് മനസ്സിലാവില്ല. കാരണം നമ്മൾ വിചാരിക്കും AI വെച്ചിട്ടാണ് ആപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അധികം ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ മതി ആപ്പായിട്ട് വരുമല്ലോ എന്നാണ് ഇതുവരെ ഞാനും ലൈയും വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ അല്ല. ഇതിന്റെ ബാക്കിൽ കുറെ പണിയെടുക്കാണ്ട് പകുതി AIയും പകുതി മാനുവലായിട്ട് നമ്മൾ ക്ലോഡ് വെച്ചിട്ടും അല്ലെങ്കിൽ ChatGPT ജെമിനിയൊക്കെ വെച്ചിട്ട് ടൈപ്പ് ചെയ്തിരുന്ന് എറർ വന്നപ്പോൾ മറ്റേ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എറർ വരും ഫിക്സ് ചെയ്യും, എറർ വരും ഫിക്സ് ചെയ്യും, അങ്ങനെ ഇരുന്ന് കണ്ടെത്തിയിട്ടാണ് ഇതെങ്കിലും ഉണ്ടാക്കിയെടുത്തത്. പന്തുകളി.com എന്ന് പറഞ്ഞൊരു ഡൊമൈനാണ് നമ്മൾ ഇത് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, പക്ഷെ വാങ്ങിയിട്ടില്ല. ജസ്റ്റ് ടർഫ് ബുക്കിംഗ് ആപ്പായിട്ടാണ് ഇത് ജസ്റ്റ് ഉണ്ടാക്കിയില്ല, ഒരു ഫ്രെയിം മോഡൽ. അതൊരു ആനിമേറ്റഡ് ഒരു വെബ്സൈറ്റ് ആണ്, ഒരു ഡൈനാമിക് വെബ്സൈറ്റ്. ഇതിൽ നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ താഴെ കാണുന്നുണ്ടാവും. ഇവിടെ നമുക്ക് കേരളത്തിലെ 14 ജില്ലകളും ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മോഡൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേറെ പ്രൊഫൈലിൽ പോയാൽ പ്രൊഫൈലിലൂടെ ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് ഇതിൽ നോക്കിയാൽ ടർഫ് ബുക്ക് ചെയ്ത ലിസ്റ്റുകൾ, കാര്യങ്ങൾ, അതേപോലെ തന്നെ ടർഫിന്റെ പേരുകൾ, കാര്യങ്ങൾ, ലാസ്റ്റ് അതിന്റെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് ബില്ലായിട്ട് മീൻസ് PNG ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾ എന്തായാലും വരുത്താനുണ്ട്. അറ്റ് ലാസ്റ്റ് ഇതിനൊരു ഒരു ഫ്രണ്ട് എൻഡ് റെഡി ആയി വന്നിട്ടുണ്ട്. ബാക്ക് എൻഡിലും കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ ലോജിക് മിസ്റ്റേക്കുകളുണ്ട്. അതും കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ അപ്ഡേറ്റുകൾ ഇങ്ങനെ വരുത്തും. ആൻഡ് ഓക്കെ ആയിട്ട് വന്നാൽ ഈ ഒരു സംഭവം നമ്മൾ
പബ്ലിഷ് ചെയ്യും, ഡൊമൈൻ വാങ്ങിയിട്ട് പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. അപ്പോൾ ഇത് നടക്കോ ഇല്ലയെന്ന് അറിയില്ല, നമുക്ക് ട്രൈ ചെയ്യും, മാക്സിമം ട്രൈ ചെയ്യും. സോ ഇത്രേ ഉള്ളൂ, ഈ ഒരു കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവരും കാണുക, മീൻസ് ഇതിൻ്റെ ബാക്കിലുള്ളൊരു എഫേർട്ട്. ഇപ്പോൾ നിങ്ങൾ ഈ AI വർക്ക് ചെയ്യുന്ന ആളുകളെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ വെബ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ആളുകളൊന്നും എന്താ പറയുക അത്ര നിസ്സാരമായി കാണരുത്. ഇതുവരെ ഞങ്ങൾ എളുപ്പമാണെന്നാണ് വിചാരിച്ചിരുന്നു, പക്ഷേ അങ്ങനെയല്ല, കുറച്ചധികം എഫേർട്ട് എടുക്കാനുണ്ട്. AI ചെയ്ത് തന്നാലും കോഡ് തന്നാലും അത് വർക്ക് ചെയ്യിപ്പിക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ചൊരു കോഡിങ് നോളജ് വേണം. ഡീബഗ് ചെയ്യാൻ ചെറിയൊരു ഐഡിയയിലും വേണം, ഇല്ലാതെ ഇപ്പോൾ ഫുള്ളി ആയിട്ട് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആണ് അത്. കുറച്ചധികം ടാസ്ക്. അത് നമ്മൾ ടാസ്ക് വന്നപ്പോൾ നമ്മൾ ChatGPT ഇതൊക്കെ വെച്ചിട്ട് അത് കണ്ടെത്തി ഫിക്സ് ചെയ്താണ് ലാസ്റ്റ് ഇതെത്തിയത്. അത് കുറച്ചൊരു വലിയൊരു സംഭവം ആയിരുന്നു, അതാണ് ഇങ്ങനെ വീഡിയോ എടുത്ത്. അപ്പോൾ ഇത് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. താല്പര്യമുള്ളവർക്ക് ഇത് കണ്ടുപോകുക. ഓക്കെ, ബൈ.